ഹലോ മക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ് മാത്സിൽ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. പേജ് നമ്പർ 118, 119 കിടക്കുന്ന 3ഉം 4ഉം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, 3ാമത്തെ ചോദ്യം ഞാൻ മലയാളം മീഡിയംകാർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിവിടെ മലയാളത്തിലും കൂടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതാവൂ കേട്ടോ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. ഓക്കെ, ആ 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ കുറേ സെഷൻ ചോദ്യങ്ങളാണ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2 നോട്ട് ബൈ 4? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും, മിച്ചമില്ലാതെ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കണം കേട്ടോ, മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഏതൊക്കെ സംഖ്യകളുടെ കാര്യം പറഞ്ഞേക്കുന്നേ? 2ൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, 4ൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 2 കൊണ്ട്, അതായത് 2ഉം 4ൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും ഗുണന പട്ടിക അങ്ങ് എഴുതി വെക്കുക. അതായത് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, അതായത് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4, 6, 8, 10, 12, 14, 16, 18, 20. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് നമ്മൾ എന്തെഴുതി? 2ൻ്റെ ഗുണന പട്ടികയിൽ ഉത്തരങ്ങൾ അങ്ങ് എഴുതി വെച്ചു അല്ലേ. ഇനി എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? 4ൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4, അതായത് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് എന്താണ്? 4ൻ്റെ പട്ടികയിലെ ഉത്തരങ്ങൾ അങ്ങ് എഴുതി വെക്കുക. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ഈസ് ഈക്വൽ ടു, അതായത് 4 കൊണ്ട്, മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിലും കൂടെ എഴുതുന്നത് കേട്ടോ. 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 4, 8, 12, 16, 20, 24, 28, 32, 36, 40. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2? അതായത് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതും ബട്ട് നോട്ട് ബൈ 4, പക്ഷേ 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണെന്ന്. അത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, 2ൻ്റെ പട്ടികയിലും 4ൻ്റെ പട്ടികയിലും ഒരുപോലെ വരുന്ന സംഖ്യകൾ അങ്ങ് വെട്ടിക്കളയുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ലല്ലോ. പിന്നെ അടുത്ത സംഖ്യ 4 ആണ്. അപ്പോൾ ഈ 4 ഞാൻ വെട്ടി, ഇവിടുത്തെ 4 വെട്ടി, ഇവിടുത്തെ 8 വെട്ടി, ഇവിടുത്തെ 8 വെട്ടി, ഇവിടുത്തെ 12 വെട്ടി, ഇവിടുത്തെയും 12 വെട്ടി, ഇവിടുത്തെ 14 വെട്ടി. ഓക്കെ, ഇവിടുത്തെ 14 വെട്ടണ്ട, കാരണം ഇവിടെ 14 ഇല്ല കേട്ടോ. 14 വെട്ടല്ലേ മക്കളെ. ഓക്കെ, 16 വെട്ടാം, കാരണം 16 4ൻ്റെ പട്ടികയിലുണ്ട്. ഒരുപോലെ വരുന്ന സംഖ്യകൾ മാത്രമേ എന്ത് ചെയ്യാവൂ? വെട്ടാവൂ കേട്ടോ. ഇവിടെ 14 വെട്ടിയിട്ടില്ലേ, ഞാൻ 16 വെട്ടാൻ പോയതാണ്, 14 കയറി അങ്ങ് വെട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഴുതാം, അതായത് ഇത് വെട്ടാത്ത സംഖ്യകളാണ് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതും എന്നാൽ 4 കൊണ്ട് ഹരിക്കാൻ കഴിയാത്തതും. അതായത് 4ൻ്റെ പട്ടികയിൽ ഗുണനഫലമായി വരാത്തതും 2ൻ്റെ പട്ടിക എന്ന ഗുണനഫലമായി വരുന്നതും. അപ്പോൾ എങ്ങനെ എഴുതാം? 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായിട്ട് എഴുതണം. 10 × 2 20 വരെയുള്ള ഗുണന പട്ടികയുടെ ആൻസേഴ്സാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 20 വരെ ഉള്ളത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ വെട്ടാത്ത സംഖ്യകൾ 2, 6, 10, 14. 14 വെട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ അറിയാതെ വെട്ടിയതാണ്. ഈ 14 ഇവിടെ ഇല്ല കേട്ടോ. 16 ഇവിടെ ഉണ്ട്, നമ്മളത് വെട്ടി. 14 ഇല്ല. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണ്? 2, 6, 10, 14, 18. ഇതാണ് ആൻസർ കേട്ടോ. അതായത് 2ൻ്റെയും 4ൻ്റെയും ഗുണനഫലം എഴുതുക, എന്നിട്ട് അതിൽ ഒരുപോലെ വരുന്ന സംഖ്യകൾ വെട്ടുക, വെട്ടാത്ത സംഖ്യകൾ ആൻസറായിട്ട് എഴുതുക. അങ്ങനെയെങ്കിൽ 2ാമത്തെ ചോദ്യം നോക്കിക്കേ, 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും
8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8? എന്ത് ചെയ്താൽ മതി? 4ൻ്റെ 8ൻ്റെയും പട്ടികയിൽ ഉത്തരങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഒരുപോലെ വരുന്ന സംഖ്യകൾ വെട്ടുക. വെട്ടാത്ത സംഖ്യകൾ ആൻസറായിട്ട് എഴുതുക. അപ്പോൾ അത് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകളാകും. നേരത്തെ ചെയ്ത ഇതേ മോഡൽ കണക്കാണ് കേട്ടോ. 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത്, 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത്, മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത്. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4. ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷ് എഴുതുക, മലയാളം മീഡിയംകാർ മലയാളം എഴുതുക. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4. ഡിവിസിബിൾ ബൈ 4. അപ്പോൾ 4ൻ്റെ ആൻസേഴ്സ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 4, 8, 12, 16, 20, പിന്നെന്തുവാ 24. ഇത്ര വരെ എഴുതിയാലും മതി കേട്ടോ. പിന്നെ 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത്, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8. 8, 16, 24, പിന്നെ എത്ര? 4 × 8 32, 5 × 8 40. ഓക്കെ, ഇതിൽ ഒരുപോലെ വരുന്ന സംഖ്യകൾ വെട്ടുക. 4 വന്നില്ല, 8 ഒരുപോലെ വന്നു അല്ലേ. പിന്നെന്തുവാ 16 ഒരുപോലെ വന്നു, 24 ഒരുപോലെ വന്നു. ബാക്കി നമ്മൾ ചെയ്യുന്നില്ല, ഇത്ര വരെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ മലയാളം മീഡിയംകാർ എഴുതുക. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8. ഏതൊക്കെ നമ്പേഴ്സാണ്? 4, 12, 20, 4, 12, 20. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16? അതായത് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും എന്നാൽ 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ ഏതൊക്കെയാണ്? എന്തു ചെയ്താൽ മതി? 8ൻ്റെയും പട്ടിക എഴുതുക, 16ൻ്റെ പട്ടിക എഴുതുക. ഒരുപോലെ വരുന്ന സംഖ്യകൾ വെട്ടുക. വെട്ടാത്ത സംഖ്യകൾ ആൻസറായിട്ട് എഴുതുക. അപ്പോൾ അത് 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകളാണ്. മനസ്സിലായല്ലോ? നേരത്തെ ചെയ്ത അതേ മോഡൽ കണക്കാണ് മൂന്നാമത്തെ ചോദ്യവും. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8. മലയാളം മീഡിയംകാർ എഴുതിക്കോണേ. 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. മലയാളം മീഡിയംകാർ എഴുതിയല്ലോ. ഓക്കെ, ഏതൊക്കെയാണ്? നമുക്ക് 8ൻ്റെ പട്ടിക അങ്ങ് എഴുതാം. 8, 16, 24, അങ്ങനെ അങ്ങ് പോകും കേട്ടോ. 8ൻ്റെ പട്ടിക 32, 40 എന്ന് പറഞ്ഞ് അങ്ങ് പോകും. നമുക്ക് ഒരു 5-6 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ 16ൻ്റെയാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ മലയാളം മീഡിയംകാർ എഴുതിക്കോ. 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 16. അപ്പോൾ നമ്മൾ 16ൻ്റെ പട്ടിക എഴുതണം അല്ലയോ. 16ൻ്റെ പട്ടിക എഴുതുമ്പോൾ ഒരു 16, 2 × 16 32, 3 × 16 48 എന്ന് പറഞ്ഞങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപോലെ വന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 8ലും 16ലും ഒരുപോലെ വന്ന സംഖ്യകൾ 16, പിന്നെ 32, പിന്നെ ഇത് 48. അപ്പോൾ എന്തായാലും 40 ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മലയാളം മീഡിയക്കാർ എഴുതിക്കോ, നോട്ട് എഴുതിക്കോണേ. 8 കൊണ്ട് ഹരിക്കാൻ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ സമം. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതിക്കോ. നമ്പേഴ്സ്
divisible by 8 but not by 16. മലയാളം മീഡിയക്കാർ എഴുതിക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. 8 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നതും 16 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയാത്തതുമായ സംഖ്യകൾ. നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16. ഏതൊക്കെയാണ് വെട്ടാത്ത സംഖ്യകൾ? 8, 24, 40. 8, 24, 40. മലയാളം മീഡിയംകാർക്കും കൂടെ എഴുതിയ ഒട്ടും സ്ഥലം തികയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. 4ാമത്തെ ചോദ്യം മലയാളം മീഡിയംകാരുടെ ടെക്സ്റ്റിലില്ല, ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റിലാണുള്ളത്. വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 16? 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെ? നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 16 ഏതാണ്? 16 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇസ് ഈക്വൽ ടു 16. 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 16 തന്നെയാണ് കേട്ടോ. അത് മലയാളം മീഡിയംകാർക്ക് ഈ ചോദ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 25 വിത്തൗട്ട് റിമൈൻഡർ? വിത്തൗട്ട് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാതെ, മിച്ചമില്ലാതെ. അതായത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി എന്നറിയാമോ? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുണ്ടല്ലോ, അതിൽ നമുക്ക് അഭാജ്യ സംഖ്യകളും കൂടി ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പാർട്ട് 3ൽ 2ാമത്തെ ചോദ്യം നമ്മൾ ഇതേ മോഡൽ ചെയ്തായിരുന്നു. ആ സെയിം മോഡലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 1 നമുക്ക് എഴുതണ്ട കേട്ടോ. 2 നമുക്ക് നോക്കാം. 2ൻ്റെ നമുക്ക് 2 തന്നെ എഴുതിക്കൂടെ? ഓക്കെ, 3 എഴുതാൻ പറ്റത്തില്ല, കാരണം 3 ഒരു അഭാജ്യ സംഖ്യ എന്നറിയാം അല്ലേ. 3 എഴുതാൻ പറ്റത്തില്ല മക്കളെ, കാരണം അതൊരു അഭാജ്യ സംഖ്യയാണ്. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ നമുക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റും? 4 ചെയ്യാൻ പറ്റും അല്ലേ. 4 എങ്ങനെ വരും? 2 ഗുണം 2 എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്തത് 5 ചെയ്യാൻ പറ്റത്തില്ല, 6 ചെയ്യാൻ പറ്റൂല. അതായത് ഇരട്ട സംഖ്യകൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിലെ ഇരട്ട സംഖ്യകൾ മാത്രമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1 ഇല്ല, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6. 6നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 ഗുണം 3 എന്ന് എഴുതിക്കൂടെ? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 എഴുതാൻ പറ്റത്തില്ല. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 2 ഗുണം 2. 2 ഗുണം 2 4, 4 ഗുണം 2 8. ഇനി 9 എഴുതാൻ പറ്റത്തില്ല, 10 എഴുതി. 10നെ എങ്ങനെ എഴുതാം? 2 ഗുണം 5 എന്ന് എഴുതാം. 11 എഴുതാൻ പറ്റത്തില്ല, 12 എഴുതാൻ പറ്റൂലേ? 12നെ എങ്ങനെ? 2 ഗുണം 2 4, 3 12. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 13 എഴുതാൻ പറ്റത്തില്ല, 14 എഴുതാം. 14ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 7 എന്ന് എഴുതാം. ഇനി 15 എഴുതാൻ പറ്റത്തില്ല, 16 എഴുതാം. 16ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 ഗുണം 2 16. അതായത് 4 വട്ടം 2 ഗുണിക്കുക. 2 ഗുണം 2 ഗുണം 2 ഗുണം 2. ഇനി 17 എന്ന സംഖ്യ എഴുതാൻ പറ്റത്തില്ല, 18 എഴുതാം. 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 3 6. വീണ്ടും ഒരു 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 18 ആയില്ലേ. ഓക്കെ, 19 എഴുതാൻ പറ്റത്തില്ല, 20 വെച്ച് എഴുതാം. 20 വെച്ച് എങ്ങനെ എഴുതാം? 2 ഗുണം 2 ഗുണം 5 എന്ന് എഴുതാം. അതായത് 2 ഗുണം 2 4, 4 ഗുണം 5 20. 21 എഴുതാൻ പറ്റത്തില്ല, 22 എഴുതാം. 22 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന, അതായത് മിച്ചം വരരുത്. ഒറ്റ സംഖ്യകളിലൊക്കെ ആണെങ്കിൽ മിച്ചം വരും. ഇത് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. 22 എന്ന് പറയുമ്പോൾ 2 ഗുണം 11 അല്ലേ 22 വരുന്നത്. 23 ചെയ്യാൻ പറ്റത്തില്ല, 25ഉം ചെയ്യാൻ പറ്റത്തില്ല. 24 എങ്ങനെ ചെയ്യാം? 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 ഗുണം 3 അല്ലേ 24. നമ്മളെ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ പാർട്ട് വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ 24ൻ്റെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 വെച്ച് ചെയ്യാം അല്ല. 1 2 12 എന്ന് എഴുതാം. വീണ്ടും നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ 6 ഗുണം 2 12. പിന്നെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ ദാണ്ടേ ഈ കിട്ടിയ സംഭവങ്ങളല്ലേ നമ്മളിവിടെ എടുത്ത് എഴുതിയത്. ദാണ്ടേ
നമ്മളിവിടെ എടുത്തെഴുതിയത് 2 ഗുണം 2 ഗുണം 2 ഗുണം 3. കണ്ടോ? അപ്പോൾ ഇവിടെ ചോദ്യം നോക്കിയേ, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? 2ൻ്റെ എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് നമുക്കിവിടെ 1 മുതൽ 25 വരെ ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? 2ൻ്റെ പട്ടിക അങ്ങ് എഴുതി വെക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 എഴുതാൻ കാരണം 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളിലാണ് നമ്മൾ 2ൻ്റെ കൃതി കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 24 വരെ നമ്മൾ എഴുതി. നമ്മൾ എന്നിട്ട് ഓരോന്നിൻ്റെയും അഭാജ്യ സംഖ്യ 2 വെച്ച് നമ്മൾ ചെയ്തു. ചോദ്യം എന്താണ്? 2ൻ്റെ ഹയസ്റ്റ് പവർ ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 2ൻ്റെ ഏറ്റവും വലിയ കൃതി അഥവാ പവർ എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2ൻ്റെ അല്ലേ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ എന്തെഴുതാം? 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്തെഴുതാം? 2 എന്ന് എഴുതാം. ഇനി ഇവിടെ 2 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. അപ്പോൾ ഇത് ഹയസ്റ്റ് പവർ ഓഫ് 2 എന്താണ്? 2^22 ആണ് ഹയസ്റ്റ് പവർ ഓഫ് 2. 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? 2 കൃതി 22. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നോട്ട് എഴുതിയെടുക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് 119 പേജിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 119 പേജിലെ 4ാമത്തെ ചോദ്യമാണ് കേട്ടോ. കൺസിഡർ ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 25. അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 5ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 5 വിച്ച് ഡിവൈഡ്സ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ? അപ്പോൾ ഇവിടെ ഏതിൻ്റെ പവറാണ് ചോദിച്ചേക്കുന്നത്? 5ൻ്റെ പവറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ 2ൻ്റെ പവർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി. അതുപോലെ 5ൻ്റെ പവർ ചോദിക്കുമ്പോൾ എന്തെഴുതിയാൽ മതി? 1 മുതൽ 25 വരെ വരുന്ന 5ൻ്റെ പട്ടിക അങ്ങ് എഴുതിയാൽ മതി. 5, 10, 15, 20, 25 ഇത്രയുമേ ഉള്ളൂ കേട്ടോ. 5ൻ്റെ നമുക്ക് എന്തെഴുതാം? 5 തന്നെ എഴുതാം അല്ലേ. 10ൻ്റെ നമുക്ക് എന്തെഴുതാം? 2 ഗുണം 5 അല്ലേ 10 വരുന്നത്. 15ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 3 ഗുണം 5 അല്ലേ. 3 ഗുണം 5 15. ഓക്കെ, 3 ഗുണം 5 15. 20ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 2 ഗുണം 5, അതായത് 2 ഗുണം 2 4, 4 ഗുണം 5 20. 25ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 5. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് 5ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? അങ്ങനെയെങ്കിൽ ഇവിടെ 5 എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5, 6. അങ്ങനെയെങ്കിൽ 5ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ഹയസ്റ്റ് പവർ ഓഫ് 5 ഏതാണ്? ഹയസ്റ്റ് പവർ ഓഫ് 5 ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് പവർ ഓഫ് 5, അതായത് 5ൻ്റെ ഏറ്റവും വലിയ കൃതി. 5ൻ്റെ ഏറ്റവും വലിയ കൃതി. 5 ഇവിടെ എത്ര വട്ടമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്? 6 വട്ടം അല്ലേ. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ കൃതി സമം 5^6. അതാണ് 4ാമത്തെ ചോദ്യത്തിലെ 1ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി 4ാമത്തെ ചോദ്യത്തിലെ 2ാമത്തെ ചോദ്യം നോക്കിയാലോ. 4ാമത്തെ ചോദ്യത്തിലെ 2ാമത്തെ പാർട്ട് ചോദ്യമാണ് ആൻഡ് ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡിങ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അതായത് മിച്ചമില്ലാതെ നോക്കുകയാണെങ്കിൽ 10ൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണെന്നാണ്. അതായത് 10ൻ്റെ കൃതി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ഹയസ്റ്റ് പവർ നമുക്കറിയാം 10 ഒരു പ്രൈം നമ്പർ അല്ല എന്നറിയാം അല്ലേ. 10 ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷെ 10 കിട്ടണമെന്നുണ്ടെങ്കിൽ 2, 5 എന്ന പ്രൈം നമ്പേഴ്സ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, 2, 5 അതായത് 10 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 2, 5 അതിൻ്റെ പ്രൈം നമ്പേഴ്സ് എന്ന്. 2ൻ്റെ നമ്മളിവിടെ ഓൾറെഡി ഈ
കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? 2^22 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ന് പകരം എന്തെഴുതാം? 2^22 എന്ന് എഴുതാം. ഓക്കെ, 5നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 5ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 5^6. 5^6 നോക്കിക്കേ, അതല്ലേ 10 എന്ന് പറയുന്നത്. അതായത് 2 × 5 10 വരുന്നത്. 10 ഒരു അഭാജ്യ സംഖ്യ അല്ല, ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷേ 2, 5 എന്നുള്ളത് പ്രൈം നമ്പേഴ്സാണ്. നമുക്ക് പ്രൈം നമ്പേഴ്സ് വെച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2ൻ്റെ ഓൾറെഡി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചു. 2ൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറയുന്നത് ഇത് നോക്കിക്കേ, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളാണെന്നും ചോദ്യത്തിൽ പറയുന്നുണ്ട്, 4ാമത്തെ ചോദ്യത്തിൽ. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ 2ൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറഞ്ഞാൽ 2^22 ആണ്. 5ൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടുപിടിച്ചു 5^6 ആണെന്ന്. ഓക്കെ, ഇനി ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാമോ? ഈ 2ഉം 5ഉം ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് 2നെ, ഈ 2^22നെ നമുക്ക് 6 + 16 എന്ന് എഴുതാം. 2^6 + 16 എന്ന് എഴുതാം. ഈ 16ഉം 6ഉം കൂട്ടിയ 22 ആണ്. നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ 5^6ന് കിട്ടുന്ന മാതിരി നമ്മളിങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. × 5^6 എന്ന് അതേപോലെ എഴുതി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ ഒരു മെത്തേഡ് കണ്ടോ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇക്വേഷൻ x⁻m+n ഫോമിലല്ലേ കിടക്കുന്നത്? 2^6 + 16 എന്ന്. അതായത് ഇതിൻ്റെ ഇതെന്താണ്? x⁻ma × x⁻n വന്നാൽ x⁻m+n എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ x⁻m+n എന്ന ഇക്വേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? x⁻ma × x⁻n എന്ന് എഴുതുക. അതായത് 2^6 × 2^16 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ 2^6 + 16 ഇത് x⁻m+n എന്ന ഇക്വേഷൻ ഫോമിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻ma × x⁻n എന്ന് എഴുതാം. അതായത് 2^6 2^6 × 2^16 2^16 × 5^6 അതുപോലെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ കൃതി ഒരുപോലെ വന്നതിനെ നമുക്ക് ഒരു ബ്രാക്കറ്റിലാക്കാം. അതായത് 2^16 × 2^6 × 5^6 കണ്ടോ? ഇനി 2^16 അതേപോലെ എഴുതുക. ഈ 2 × 5നെ നമുക്ക് ഇവിടെ 2 പേരെ ഓരോരുത്തരും 6 എന്ന കൃതി കൊണ്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 6 എന്ന പവറാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരെ കോമൺ ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക? 6 എന്ന് കൊടുക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ, 2^16 നോക്ക്, 2^16 × 2 × 5 എത്രയാണ്? 10. 10^6 എന്ന് വരും കേട്ടോ. അങ്ങനെയെങ്കിൽ 10ൻ്റെ ഹയസ്റ്റ് പവർ, അതായത് 10ൻ്റെ ഏറ്റവും വലിയ കൃതി എത്രയാണ്? 6 ആണ്. ഹയസ്റ്റ് പവർ ഓഫ് 10 = ഹയസ്റ്റ്, വളരെ ശ്രദ്ധിച്ചിരുന്നോണേ, ഹയസ്റ്റ് പവർ ഓഫ് 10, 10ൻ്റെ ഏറ്റവും വലിയ കൃതി എത്രയാണ്? 10⁻6 ഏറ്റവും വലിയ കൃതി. നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ സ്റ്റെപ്പേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം 10 ഒരു അഭാജ്യ സംഖ്യ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 10 ഒരു അഭാജ്യ സംഖ്യ അല്ല. പക്ഷേ നമുക്ക് 2 × 5 അത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. 2ഉം 5ഉം അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്താൽ 10ൻ്റെ കൃതി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിലെ 2ാമത്തെ സെഷൻ ചോദ്യവും കഴിഞ്ഞു. നമുക്കിനി ലാസ്റ്റ് സെഷൻ, അതായത് 4ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ പാർട്ട് ചോദ്യം കൂടെ നോക്കാം. 19ാമത്തെ പേജിലെ 4ാമത്തെ ചോദ്യത്തിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്? അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും? ഈ ചോദ്യം കൂടെ ചെയ്താലോ? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ അല്ലേ, അതിൻ്റെ അവസാനം, ആ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും? ഇവിടെ നമ്മൾ 10 കണ്ടുപിടിച്ചു അല്ലേ. 10ൽ എത്ര പൂജ്യമുണ്ട്? 6. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 10⁻6 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എൻഡ് വിത്ത് സീറോസ്, അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ടാകും? 6 പൂജ്യങ്ങൾ. കാരണം നമ്മൾ 10ൻ്റെ ഏറ്റവും വലിയ കൃതി എത്ര ആണെന്ന് പഠിച്ചു?
10⁻6 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ എത്ര പൂജ്യമുണ്ട്? 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര പൂജ്യമുണ്ട്? ഇവിടെ 10⁻6, അപ്പം 6 പൂജ്യങ്ങൾ ഉണ്ട്. പൂജ്യങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സീറോസ് 6. ദ പ്രോഡക്റ്റ് എൻഡ് വിത്ത് 6 സീറോസ്. അങ്ങനെയെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അടുത്ത ചോദ്യങ്ങൾ അടുത്ത പാർട്ട് വീഡിയോസിലിടാം. ബൈ മക്കളെ.